7 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഏറ്റവും ഉജ്ജ്വലമായ വിജയം നേടി UDF കുതിക്കുകയാണ്. ഈ 7 തെരഞ്ഞെടുപ്പിലെയും ഏറ്റവും വലിയ വിജയമാണ് 2025 പ്രാദേശിക സർക്കാരുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF നേടിയിരിക്കുന്നത്. ഈ വലിയ വിജയം UDFന് സമ്മാനിച്ച കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളോടും ഞങ്ങൾക്ക് വലിയ കടപ്പാടുണ്ട്. ഞാൻ അവരോട് ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിലെ അജണ്ട ഉണ്ടാക്കിയത് പ്രതിപക്ഷമാണ്. പ്രതിപക്ഷം മുന്നോട്ട് വെച്ച അജണ്ടയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്യപ്പെട്ടത്. ഞങ്ങൾ ഗവൺമെന്റിനെതിരായിട്ടുള്ള കുറ്റപത്രം സമർപ്പിക്കുകയും അതേ അവസരത്തിൽ ഞങ്ങൾക്ക് അധികാരം തന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളൊരു കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ കുറ്റപത്രവും ഞങ്ങൾ സമർപ്പിച്ച മാനിഫെസ്റ്റോയും ഗൗരവത്തോടുകൂടി കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യവും കൃത്യമായ ഫീഡ്ബാക്കും ഞങ്ങൾക്കുണ്ടായിരുന്നു. LDFന് കനത്ത പരാജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. നിങ്ങൾക്കറിയാം, 2020 തെരഞ്ഞെടുപ്പിൽ 580 ഗ്രാമപഞ്ചായത്തുകൾ LDFനുണ്ടായിരുന്നു. അത് ഇപ്രാവശ്യം 345 ഗ്രാമപഞ്ചായത്തുകളിലേക്ക് താഴ്ത്തിരിക്കുക. UDF അത് 340 നിന്ന് 500 ഉയർത്തി. ബ്ലോക്ക് പഞ്ചായത്തുകൾ LDFന് 111 നിന്ന് LDF 68 കൂപ്പുകുത്തിയപ്പോൾ ഞങ്ങൾ 40 നിന്ന് ഞങ്ങൾ 77 കുതിച്ചു. ജില്ലാ പഞ്ചായത്ത് 11 ജില്ലാ പഞ്ചായത്തുകളിൽ നിന്ന് LDF 7 പോയപ്പോൾ ഞങ്ങൾ 3 നിന്ന് 7 8 എന്നുള്ളൊരു സംശയം മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ 7 അല്ലെങ്കിൽ 8 ജില്ലാ പഞ്ചായത്തുകൾ ഉണ്ടാവും. നഗരസഭകൾ LDF 42 നിന്നും 28 താഴേക്ക് പോയപ്പോൾ UDF 42 നിന്നും 54 കുതിച്ചു. കോർപ്പറേഷൻ നിങ്ങൾക്കറിയാം, 5 കോർപ്പറേഷനുകൾ കേരളത്തിൽ LDFനുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കോർപ്പറേഷനിലേക്ക് മാത്രമായി ചുരുങ്ങിയപ്പോൾ ഞങ്ങൾ 1 നിന്ന് 4 ഉജ്ജ്വലമായ വിജയം നേടുകയും മറ്റ് 2 കോർപ്പറേഷനുകളിലും നല്ല നിർണായകമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും ഇതൊരു വലിയ വിജയമായി ഞങ്ങൾ കാണുന്നു. ഈ വിജയത്തിന് കാരണം ടീം UDF ആണ്. ഞാൻ നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞതാണ്, ഒരുമിച്ചാണ് ഞങ്ങൾ വർക്ക് ചെയ്തത്. ടീം UDF, അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടി, KPCC, അവർ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. കൃത്യമായ പാർട്ടി സംഘാടനം ചെയ്തു. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഒരുപാട് സഹായങ്ങൾ, ഞങ്ങൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ, എല്ലാ സഹായങ്ങളും ചെയ്തു. AICCയുടെയും KPCCയുടെയും ഭാഗത്തുനിന്നുണ്ടായ നേതൃപരമായ സംഭാവനകളെ ഞാൻ വളരെയധികം നന്ദിയോടുകൂടി പറയുന്നു. UDFലെ എല്ലാ ഘടകകക്ഷികളും ചേർന്ന് ഒറ്റ പാർട്ടിയെ പോലെയാണ് ഞങ്ങളെല്ലാവരും നിന്നത്. ഞാനൊരു അവകാശവാദം കൂടി തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞിരുന്നു, അതിപ്പോൾ ശരിവയ്ക്കുന്നു. UDF എന്ന് പറയുന്നത് പലരും വിചാരിക്കുന്നത് പോലെ എല്ലാവരും അല്ല, കുറേ പാർട്ടികളുടെ ഒരു കോൺഫെഡറേഷൻ മാത്രമല്ല. എന്തുകൊണ്ടാണ് വിജയിക്കുമെന്ന് നിങ്ങൾ ഉറപ്പ് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി, ഇന്നത്തെ UDF കുറേ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കോൺഫെഡറേഷൻ മാത്രമല്ല, അത് ഒരുപാട് സാമൂഹ്യ ഘടകങ്ങൾ കൂടി ഉൾപ്പെടുന്ന ഒരു വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. ഇതായിരുന്നു ഞങ്ങളുടെ വിജയിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ അവകാശവാദം. ഇത് ഇന്നൊരു വലിയ കേരളത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് ടീം UDF എന്നാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. അതാണ് ഇനി വരാനിരിക്കുന്ന കാലത്തിൻ്റെ മാറ്റം. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയത്തിൻ്റെ തുടർച്ചയാണ്. ആ ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയവും ഈ ലോക്കൽ ബോഡിയിലേക്ക് നടന്ന വിജയത്തിൻ്റെയും പ്രധാന കാരണം ടീം UDF എന്നുള്ളത് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. LDFന്റെ പരാജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സർക്കാരിനെ ജനങ്ങൾ വെറുക്കുന്നു എന്നാണ്. ഒന്നാമത്തെ കാര്യം, വെറുക്കുന്നു. എല്ലാ സർക്കാരുകളോടും കേരളത്തിലെ ജനങ്ങൾക്ക് എതിർപ്പുകളുണ്ടായിട്ടുണ്ട്. പക്ഷെ ജനം വെറുക്കുന്ന ഒരു ഗവൺമെൻറ്റായി പിണറായി സർക്കാർ മാറും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർ കാണിച്ച വർഗീയതയാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ ന്യൂനപക്ഷ വർഗീയത, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷ വർഗീയത. പിണറായി വിജയൻ
ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൊണ്ടു നടന്ന പല ആളുകളും ഈ വർഗീയത ആളിക്കെത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു. വർഗീയത BJPയുടെ അതേ അജണ്ടയാണ് CPM ഉണ്ടാക്കിയത്. BJP ഒരു വർഗീയ ഫാസിസ്റ്റ് കക്ഷിയാണ്. അവർ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കിക്കാൻ ശ്രമിച്ചപ്പോൾ CPM അതേ പാതയിലൂടെ സഞ്ചരിച്ചു. ഇന്ന് BJPക്ക് ഏതെങ്കിലും സ്ഥലങ്ങളിൽ തിരുവനന്തപുരം ഉൾപ്പെടെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം CPM കളിച്ച ഈ ഭൂരിപക്ഷ വർഗീയ പ്രീണനമാണ്. അതിൻ്റെ ഗുണഭോക്താവ് CPM ആയിരുന്നില്ല, BJP ആയിരുന്നു. ഞങ്ങൾ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയതാണ്. 1987 EMS നമ്പൂതിരിപ്പാട് എടുത്ത തന്ത്രം 2025-ലും 26-ലും വിലപ്പോയില്ല. അദ്ദേഹത്തിൻ്റെ 87-ലെ തന്ത്രത്തിനൊന്ന് ഗുണമുണ്ടായി. ഇന്ന് അതല്ല. ഇന്ന് അതിൻ്റെ ഗുണഭോക്തായി മാറുന്നത് വർഗീയ ഫാസിസ്റ്റ് ശക്തികളായിരിക്കും എന്ന UDFന്റെ മുന്നറിയിപ്പിന് അടിവരയിടുന്ന സംഭവം കൂടിയാണ് ഉണ്ടായത്.